അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ വഹിച്ചതിന് അമ്മയോടും ഈശോയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് രേവതി, ഇതെൻ്റെ ഭർത്താവ് രനീഷ്, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ധ്രുവ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 4-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനു മുമ്പ് ഞാൻ എല്ലാവരുടെയും ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് ഞാനന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് കഴിക്കാനൊക്കെ തുടങ്ങി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് മടുത്ത് ലാസ്റ്റ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ജൂലൈ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പം ഒരു സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നു, ഇതേപോലെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞ് ജനിച്ചുകൊണ്ട് ആ ചേച്ചി സന്തോഷ രഹസ്യങ്ങളൊക്കെ ചൊല്ലുമായിരുന്നെന്ന്. അപ്പം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടി എന്താണ് ഈ സന്തോഷ രഹസ്യങ്ങൾ, എങ്ങനെയായി കൊന്ത ചൊല്ലേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവൾ എനിക്ക് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഒരു കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളോട്, വിശേഷമൊന്നും ആയില്ലേ. ചിലർ കുറ്റപ്പെടുത്തി ചോദിക്കും, ചിലർ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഓഗസ്റ്റ് 27 നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഓഗസ്റ്റിൽ വരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും ഈ അവസ്ഥ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി എനിക്ക് വയ്യ ആരുടെ മുന്നിൽ ചെന്നിങ്ങനെ താന്ന് കിടന്ന് കരയാനോ ഒന്നിനും എനിക്ക് വയ്യ. നീ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ നീ എനിക്ക് ജൂലൈ 27-ാം തീയതി ഓഗസ്റ്റ് 27-ന് തരണ്ട, കാരണം ഓഗസ്റ്റ് ആദ്യക്കായിരിക്കും ഫംഗ്ഷൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു സമയം കിട്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇതെന്താടി നീ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ, ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കും, ഇതിനൊക്കെ സമയമില്ലെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, പ്രാർത്ഥനയ്ക്ക് അങ്ങനെ സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. കരയും, ഞാനിരുന്ന് ഉറങ്ങാതിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ടി പ്രാർത്ഥിച്ച് ഞാൻ തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ 27-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തു. എൻ്റെ പ്രഗ്നൻസി എന്ത് അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്താണ് വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ 5:30 പ്രാർത്ഥനയ്ക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്ക് വിശ്വസിക്കണമെന്ന് ഒന്നും അറിയില്ല. ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ഞാൻ കുറേ കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവാക്കി തന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴും ഞാൻ പറഞ്ഞു, ഇനി കാർഡിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല, ഒത്തിരി സന്തോഷിക്കുകയൊന്നും വേണ്ട, എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കരയുക, എന്തോ വിശ്വസിക്കണോ വേണ്ടതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. അവിടെ ചോദിച്ച് നടന്നവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയൊക്കെ മുന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഓടിച്ചെന്ന് പറയുകയാണ്, എൻ്റെ മോൾക്ക് വിശേഷമുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രഗ്നൻസി അങ്ങ് പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് പോലെ വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുത്തോ, ഒത്തിരി ടെൻഷൻ അടിക്കാനൊന്നും പോവല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രഗ്നൻസിയൊക്കെ പോയി. വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഡെലിവറി സമയം അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സിസ്റ്റ് പോലെ വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, നോർമൽ ഡെലിവറി ഒന്നും പറ്റൂലായിരിക്കും, ഈ സിസ്റ്റ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനവിടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട, നമുക്കത് പൊട്ടിച്ചു വിടാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലാതെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പൊട്ടിച്ചു വിട്ടിട്ട് ആൻറ്റിബയോട്ടിക് എടുത്തു വന്നു. ഒരാഴ്ചത്തോളം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഓർത്ത് എനിക്ക് ടെൻഷനായിപ്പോയി, പേടിയായിപ്പോയി. പിന്നെ ആദ്യത്തെ ഡെലിവറിയും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അന്നേരത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ BP എല്ലാം അങ്ങ് കൂടി. അപ്പോൾ എന്നോട് പറഞ്ഞു വന്ന് അഡ്മിറ്റാകാൻ പറഞ്ഞു. ഞാൻ വന്ന് അഡ്മിറ്റായി എല്ലാം കഴിഞ്ഞ് മാർച്ച് 20-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അമ്മയും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞ് ഫീഡ് ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു, എപ്പോഴും ഉറക്കമായിരുന്നു. എണീപ്പിച്ച് ചെയ്താൽ പോലും അവനങ്ങനെ പാലൊന്നും കുടിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് മഞ്ഞ നിറം കൂടുതലാണ്, ഒരാഴ്ചയും കൂടി നിൽക്കുക. അത് ഡിസ്ചാർജ് ആകുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി. കുഞ്ഞിന് തീരെ വയ്യാണ്ട് മഞ്ഞ നിറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു.
അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തൈലം പുരട്ടിയും കാശുരൂപമൊക്കെ വെച്ച് ഞാൻ അതിൻ്റെ കീഴേ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ്റെ ഇടയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലയെന്ന് കണ്ട് ഞങ്ങളെ ഡിസ്ചാർജാക്കി വീട്ടിൽ വിട്ടു. ഇപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു നിർത്തുന്നു. ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് വിശ്വസിച്ച് ഇപ്പോഴും ജീവിക്കുന്നത്. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ പുന്നപ്രയിൽ ശാന്തി ഭവൻ എന്ന് പറയുന്ന ഒരു കരുണാലയം ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി അരി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ വഴിയിലൊക്കെ ഫുഡ് കഴിച്ചില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇങ്ങനെ മേടിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്ക്. ചിലരൊക്കെ പറയും വേണ്ടാന്ന് പറയും. അപ്പം ഞാനതൊന്നും മൈൻഡാക്കത്തില്ല. കുറേ പേര് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ വേണം, പ്രാർത്ഥിച്ചേ നടക്കുകയുള്ളൂ എന്നൊരു ആരെന്ത് പറയാലും ഞാനത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും സ്കൂളിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും കൊണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു. ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് എന്ത് ഇങ്ങനൊന്നും ചിന്തിക്കാത്തത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എന്നെ കളിയാക്കുന്നവരുണ്ട്. നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ അപ്പോഴും പറയില്ല, എനിക്ക് അവിടുന്ന് തന്നെ കിട്ടിയ കുഞ്ഞാണ്. ഞാൻ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു, ഞാനൊരു ഹിന്ദുവാണ്, എന്താ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴും എന്നെ കളിയാക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഞാൻ എതുക്കുട്ടനെ, കുഞ്ഞിൻ്റെ പേര് ധ്രുവ എന്നാണ്, ഞങ്ങൾ എതുക്കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നീ എതുക്കുട്ടനെ അവിടുന്ന് കിട്ടിയതാണെന്നും പറഞ്ഞിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴും ഞാൻ പറയും യാതൊരു സംശയവും വേണ്ട, എനിക്ക് അമ്മയും ഈശോയും തന്നെ തന്നതാണെന്ന് ഞാൻ പറയും. ഹസ്ബൻഡിൻ്റെ അച്ഛനും എന്നോട് ചോദിക്കും. അച്ഛനങ്ങനെ തീരെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം. അമ്മയ്ക്കറിയാം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മ കാണുന്നതാണ് എപ്പോഴും ഈ കൊന്തചൊല്ലലും കരച്ചിലും പ്രാർത്ഥനയും തന്നെയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്നെ. ഞാനിപ്പോൾ ഉറപ്പിച്ച് 100% പറയാം, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരുണ്ടെങ്കിലും സാരമില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്നു. കാരണം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടതാണ്, ഓരോരുത്തർ പറഞ്ഞു, അങ്ങനെ ഞാനിവിടെ വന്നത്. അപ്പോൾ എന്തോ ഒരു സമാധാനം. ഞാനിവിടെ അടുത്ത് അമ്പലപ്പുഴയിലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കും, എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്, ഈ അടുത്ത് കിടക്കുന്ന എനിക്കെന്താ വന്ന് ഉടമ്പടി എടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നെടുത്ത്. ഞാൻ ആ ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി എന്നുള്ളത് തന്നെയാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിനെന്നെ സഹായിച്ച എൻ്റെ പ്രാർത്ഥന കേട്ട എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 126 സങ്കീർത്തനം 2 തിരുവചനം. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ ഘോഷിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ വളരെ സന്തോഷത്തോടുകൂടി എലീശാമ്മയോട് അടുത്ത് ചെന്നപ്പോൾ എലീശാമ്മ പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ സ്തോത്രഗീതം പാടുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുന്നു എന്ന മനോഹരമായ ഗാനം ഈശോയെ ലഭിച്ചതിന് ശേഷമാണ് പരിശുദ്ധ അമ്മ പാടിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ ഉടമ്പടി പേടകം എന്ന് നമുക്കറിയാം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം ഉടമ്പടി പേടകത്തെക്കുറിച്ച് വായിച്ചു കേൾക്കുകയായിരുന്നു. നമുക്കറിയാം, രേവതി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അവർ വളരെയധികം സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് വേദനിച്ച് ആകുലപ്പെട്ട് ഒരുപാട് പേരുടെ അവഗണനയും അപമാനവും സഹിച്ച് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടിയെടുത്ത ആ മാസത്തിൽ തന്നെ മകൾ കൺസീവായ എന്ന വലിയ സന്തോഷ വാർത്തയാണ് ഈ മകൾക്ക് ലഭിച്ചത്. കാരണം ഇവിടെ ഒരു സാക്ഷ്യം മകൾ കേൾക്കുകയായിരുന്നു, ഞാനെപ്പോഴും സന്തോഷ രഹസ്യങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരുന്നുവെന്ന്. നാം ജപമാലയിൽ സന്തോഷ രഹസ്യങ്ങൾ പറയുന്നത് ഈശോയെ ലഭിക്കുന്നതും അവസാനം ഈശോയെ 12 വയസ്സിൽ കാണാതെ കണ്ടുമുട്ടുന്നതുമാണ്. നാം അവസാനമായി ഈശോയെ കണ്ടുമുട്ടുന്നതാണ് സന്തോഷ രഹസ്യത്തിൽ. നാം സന്തോഷ രഹസ്യം അവസാനിപ്പിക്കുന്നത് അവിടെയാണ്. ഈശോയെ ലഭിക്കുവാനുള്ള മംഗളവാർത്തയും ഈശോ ജനിക്കുന്നുവെന്നുള്ള ഒരു സ്തോത്രഗീതവും, ജനിക്കുന്നതിന് മുൻപുള്ള സ്തോത്രഗീതം, അതുപോലെ തന്നെ ഈശോ കാലിത്തൊഴുത്തിൽ ജനിക്കുന്നതും ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതും ശിമയോൻ്റെ കരങ്ങളിൽ ഈശോയെ സമർപ്പിച്ച് ശിമയോനുള്ളൊരു പ്രവചനം നടത്തുന്നതും, 5-ാം രഹസ്യത്തിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടി പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും വളരെ സന്തോഷിക്കുന്നു. അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. അതൊരു സാക്ഷ്യമായി ഇവിടെ ഒരു മകൾ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ ധ്യാനിച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് രേവതിക്ക് വളരെ സന്തോഷത്തോടു കൂടി സന്തോഷ രഹസ്യങ്ങൾ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ജപമാല അർപ്പിക്കുവാനുള്ള ഭാഗ്യമുണ്ടായത്.
നമുക്കറിയാം, നാം ജപമാലയിൽ വളരെ വിശ്വസ്തരായി ലക്ഷക്കണക്കിന് മക്കളാണ്, 5 ലക്ഷത്തിലധികം മക്കളാണ് ജപമാലയിൽ റാലിയിൽ പങ്കെടുത്ത്, അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് കുഞ്ഞുങ്ങളെ ലഭിച്ച ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. ജപമാല റാലിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചതിൽ ഒന്നാണ് ഇന്ന് രേവതി ഈ അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയുന്നത്. രേവതിയുടെ സന്തോഷത്തിൻ്റെ കാരണം അവരുടെ കുടുംബത്തിനും അവരുടെ സമുദായത്തിലും ലഭിച്ച വലിയ അനുഗ്രഹമാണ്. ആരൊക്കെ എന്തൊക്കെ തന്നെ കുറ്റപ്പെടുത്തിയാലും ഇത് ഈശോ നൽകിയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണ്. എത്ര തന്നെ ജനനത്തിന് ശേഷവും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുന്നത് കണ്ട് ഈ അമ്മയ്ക്ക് ഒട്ടും തന്നെ സങ്കടം വന്നില്ല. കാരണം പരിശുദ്ധ അമ്മയാണ് ഉടമ്പടിയിലൂടെ മധ്യസ്ഥ അപേക്ഷിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഇന്നവർക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കെല്ലാം വലിയ സന്തോഷത്തിൻ്റെ വാർത്ത വളരെ പെട്ടെന്ന് ലഭിക്കുവാനായി, അനുഗ്രഹം ലഭിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് രേവതിക്കും കുടുംബത്തിനും ലഭിച്ച വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.